വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രോ വീഡിയോ കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ റോസൊന്നും ക്ലാസ്സിൽ പോയിട്ടില്ലെന്ന് ഇന്ന് നമ്മൾ അബുദാബിയിൽ പോവുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തിട്ട് പറയാം കേട്ടോ. ബറീനും റൂഹിയും ഒക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകാനുള്ളത് അങ്ങോട്ടാ ലാസ്റ്റ് ഇറങ്ങുകയാണ്. നടക്കും. റോസു വെയിറ്റ് ഉണ്ടോ? ബാഗ് വെയിറ്റ് ഉണ്ടോ? സാറില്ല കേട്ടോ. റോസ് ആണ് എൻ്റെ ഇവിടുത്തെ ഹെൽപ്പർ അല്ലേ റോസ് മോളെ? എക്കും റൂഹിയും ഓൾറെഡി വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. റീനു താഴെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റൂഹിക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. റൂഹി റീനൊക്കെ ഓൾറെഡി വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇക്കാൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളായിട്ട് പോവുകയാണ്. ഐ റൂഹി ഒങ്കിയോ നോക്കട്ടെ. ഒങ്കിയോ ഹായ് ഹായ് പറഞ്ഞ. റൂയി ഉറങ്ങിയോ? റൂയി ഉറങ്ങിയോ? എന്തൊരു സ്നേഹമാണോ. ഇനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനിങ്ങനെ ലൈവായിട്ട് സംസാരിച്ച് ചെയ്തിട്ട് ശീലമില്ലാത്തതുകൊണ്ട് റെഡി ആവുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അബുദാബിയിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴി മഹബൂബളാപ്പന എടുക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നത് പെരുന്നാളിൻ്റെ മുമ്പാണ്, കുറച്ച് മുമ്പായിരുന്നു. അതായത് മക്കൾക്ക് വെക്കേഷൻ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിരുന്നു. അപ്പം മക്കൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോകുക. അതെല്ലാവരും ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഹബൂബളാപ്പ ഉള്ളത് അബുദാബിയിലാണ്. അപ്പോൾ നമ്മളിങ്ങോട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എളാപ്പ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലോട്ട് ഞാനും വരാമെന്ന്. ഒരാളും കൂടി ഉള്ളത് നല്ലതല്ലേ. അങ്ങനെ മഹബൂബളാപ്പനെ അവിടെ നിന്ന് എടുത്തു. പിന്നെ നമ്മൾ ഉമ്മൽക്കുയിൽ നിന്ന് അബുദാബിയിലോട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം ടയർഡായിരുന്നു. അപ്പം ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ആണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ആ ഒരു സമയത്ത് തന്നെ എത്തും വേണം ഹോസ്പിറ്റലിൽ. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മക്കളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. റൂഹി ഒന്നും കഴിച്ചിട്ടില്ല. അവളെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടുന്ന് സാൻഡ്വിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ക്ലീവ്ലാൻഡിലോട്ട് പോകുന്നത്. അപ്പം അവിടെ ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് സാൻഡ്വിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതുപോലെ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ റൂഹിൻ്റെ കാര്യത്തിലാണ് ഭയങ്കര പ്രശ്നം വരിക. ഞാനിപ്പം ദോശയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് അവൾ കഴിക്കാത്തതുകൊണ്ട്. പക്ഷെ അതും കഴിച്ചില്ല. ഇതിപ്പോൾ സാൻഡ്വിച്ച് കൊടുത്തിട്ട് അതും കഴിക്കുന്നില്ല. അവളെ കയ്യിൽ കിൻഡർ ജോയ് ഉണ്ടല്ലോ. അതുപോലെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്പ് കേക്ക്, ചോക്ലേറ്റ്സ്, കിൻഡർ ജോയ് അതൊക്കെയാണ് അതിമേലൊക്കെയാണ് നോക്കി നിൽക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിമ തന്നെ ആയിരിക്കും. മര്യാദക്കൊന്നും കഴിക്കൊന്നുമില്ല. അബുദാബിയിൽ അൽഡ്രീം ഐലൻഡിലാണ് ഈ ഒരു ക്ലീവ്ലാൻഡ് ക്ലിനിക്ക് ഉള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇക്കാടെ ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ് ക്യാൻസർ സെൻറ്ററിനായിട്ടൊരു ബ്ലോക്ക് തന്നെ ഉണ്ട്. അപ്പം നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ് ബാക്കി ഫോളോ അപ്പ് ഒക്കെ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇക്ക ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഫസ്റ്റ് ഇക്ക ഡിസിഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അഖിലേഷ് ഡോക്ടറോട് തന്നെയാണ്. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പ്രൈം ഹോസ്പിറ്റലിലെ അഖിലേഷ് സപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ. അപ്പം ഇക്കാൻ്റെ സർജറി ചെയ്തതും ബാക്കി എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നത് ആ ഡോക്ടർക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും ഇക്ക ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫോളോ അപ്പിനായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ ഫോളോ അപ്പിനായിട്ട് വരുന്നിട്ടുള്ളത്.
പിന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഈ ഒരു റിലേറ്റഡ് അസുഖമുള്ളവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവിടെ യു എയിലുള്ളവർ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കുന്നത്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ റിലേറ്റഡ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പം എൻ്റെ ഒരു മൂഡിനനുസരിച്ചിരിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും മൂഡ്. അതായത് ഞാൻ ദേഷ്യപ്പെട്ടിട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആവും, ഞാൻ സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും, ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആവും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാനത് പുറത്തിപ്പോൾ കാണിക്കാറില്ല. കാരണം ഇക്കാനെ സംബന്ധിച്ചിടത്തോളം ഇക്കാക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും അവിടെ ഈ ക്യാൻസർ രോഗത്തിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മളെപ്പോഴും മാക്സിമം ഹാപ്പി ആയിട്ടേ ഇരിക്കുകയുള്ളൂ. അപ്പം അത് ഞാൻ തീരുമാനിച്ചതാണ്, എന്തൊക്കെയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ എന്ന്. ഓക്കെ, അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. ബാക്കി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നല്ലൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വേറെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പം ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് കുറുമ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. ബീഫ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം 1/2 കിലോ ബീഫിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിതിലോട്ട് വേറെ സ്പൈസ് പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബീഫ് വേവിക്കുമ്പോൾ ഒരു വേറൊരു മണമായിരിക്കും. അതിനാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ചേർക്കുന്നത്. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. ഈ ഒരു കുക്കറിൽ വിസിൽ വരില്ല. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വിസിൽ വരുന്ന കുക്കറാണെങ്കിൽ അതിലൊരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട്, അതായത് ചില ബീഫ് പെട്ടെന്ന് വേവ് കിട്ടും, അതൊക്കെ നോക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ് എന്ന് പറയും കേട്ടോ. അപ്പം ജീരകം എപ്പോഴും എല്ലാവർക്കും മാറിപ്പോകും, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫിലോട്ട് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണോളം, പിന്നെ കുരുമുളക് പൊടി. എന്നിട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കണം. നമുക്കിത് പേസ്റ്റ് ആക്കാനുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ, അതായത് ഗരം മസാലയൊക്കെ നമ്മൾ ഓൾറെഡി ബീഫിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിലോട്ട് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം. സവോളയുടെ പച്ച മണമൊക്കെ മാറണം. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്താണ് അതിൻ്റെ പച്ച ചുവക്കെ ഒന്ന് മാറണം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അണ്ടിപ്പരിപ്പ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്താൽ മതി. എന്നിട്ട് അതിനോട് കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാനുണ്ട് ഈ ഒരു മസാല കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റിയെടുത്ത് നല്ലോണം ഒന്ന് കുക്കായ ശേഷം വേണം പേസ്റ്റ് ആക്കി എടുക്കാൻ. അപ്പോൾ ഞാനതാ ചൂടാറിയിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതിന് എരിവിനായിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, അത് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറുമ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ കുറുമയും അതുപോലെ മട്ടൻ കുറുമയും ബീഫ് കുറുമയും ഒക്കെ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ നിങ്ങൾ ചിക്കൻ കുറുമ ഒക്കെ ഉണ്ടാക്കിയവരുണ്ടാവും, ഞാൻ മുമ്പ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ബീഫും മട്ടനും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ഒരു ബീഫും അതിൻ്റെ വെള്ളവും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു മസാല നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ ഇത്. പിന്നെ അണ്ടിപ്പരിപ്പ് കയ്യിലില്ലയെന്നാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മസ്റ്റാണ്. അതില്ലയെന്നാണെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു 1-2 പിടി കുറച്ച് മാത്രം കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പിന് പകരം. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷേ ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്തെടുക്കുക. പിന്നെ അപ്പോൾ നല്ലോണം പേസ്റ്റാക്കി അരക്കേണ്ടി വരും കേട്ടോ തേങ്ങ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സാദാ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. ഞാനിപ്പോൾ സാദാ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ പാൽ തിളപ്പിക്കാത്ത പാൽ നമുക്ക് ഒഴിക്കാം. നാട്ടിലെ പാലാണെങ്കിൽ തിളപ്പിച്ചിട്ടുള്ള പാൽ കേട്ടോ, കുടിക്കുന്ന പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഏതാണെങ്കിലും കുഴപ്പമില്ല, തേങ്ങാപ്പാലാണെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ സാദാ പാലാട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം, ഒന്നൊരു തിള വരണം. ആ സമയത്ത് ഓഫ് ചെയ്യുക. ഇനി വറവിട്ട് കൊടുക്കണമെങ്കിൽ വറവിട്ട് കൊടുക്കുക. ഞാൻ പിന്നെ വറവിട്ട് കൊടുത്തിട്ടില്ല, നമുക്ക് നേരെ സെർവ് ചെയ്യാം.
ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കൂടുതലും കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നെയ്ച്ചോറ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഞാൻ എപ്പോഴും കാണിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മാത്രം നെയ്യ് ചേർക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയിലാണ് ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവറിനായിട്ട് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇക്കാക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് വെണ്ടയ്ക്ക ഉപ്പേരി. വെണ്ടയ്ക്ക പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ വെണ്ടയ്ക്ക ഇവിടെ എന്നും ഉണ്ടാക്കും. വെണ്ടയ്ക്ക ആക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല വെണ്ടയ്ക്ക കഴിച്ചാൽ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഡെയിലി വെണ്ടയ്ക്ക ഉണ്ടാക്കാറുണ്ട്. പിന്നെ ബീഫിൻ്റെ ഈ ഒരു കുറുമ കറി കൂട്ടാൻ പറ്റും ഇക്കാക്ക്. ബീഫാണ് കഴിക്കാൻ പറ്റാത്തത്, ബീഫും മട്ടനും കഴിക്കാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബീഫിൻ്റെ മീറ്റ്, മട്ടൻ്റെ മീറ്റും അതേപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാക്ക് ചിക്കന് കുറച്ചൊന്നും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, വറ്റിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി, കുറച്ച് സോയ് സോസ്, കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്. കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല, കാരണം ഞാനിത് കാര്യമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ചിക്കൻ്റെ ഫില്ല് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഊറി വരും. വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അത് വെള്ളം ഊറി വരും. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. ഒരു നാടൻ ടേസ്റ്റ് ആയിരിക്കും ഉള്ളത്, പക്ഷേ നമ്മൾ സോയ് സോസ് ഒഴിച്ചുകൊണ്ട് വേറൊരു ടേസ്റ്റും കൂടി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്ച്ചോറും ഈ ഒരു കുറുമയും കൂടി ഒഴിച്ച് കാണിച്ചു തരാം. ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ബീഫ് വീട്ടിലുണ്ടാവില്ല എന്തായാലും, പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, ബീഫ് എന്തായാലും സ്റ്റോക്ക് ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. നമ്മൾ കല്യാണ വീടുകളൊക്കെ രാവിലെ ഈ പത്തിരിയുടെ കൂടെയുള്ള കറിയൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ, അതായത് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും ഇതുപോലത്തെ കറികളൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നമ്മളെപ്പോഴും ബീഫ് കിട്ടിയാൽ വേഗം പോയിട്ട് ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ ബീഫ് ചില്ലിയോ ഒക്കെ ഉള്ള ഉണ്ടാക്കുക. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ റോസുവിൻ്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. റോസു ടീം ഇൻ്റർവെല്ലിൻ്റെ ട്യൂഷനിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ട്യൂഷൻ ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടൈം നമുക്ക് ഫ്ലെക്സിബിൾ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും കംഫർട്ടബിളാണ്. പിന്നെ അവളാണെങ്കിൽ വെക്കേഷനൊക്കെയാണ്, പക്ഷേ കുറച്ച് നേരം ഈ ട്യൂഷനായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിൽ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ക്ലാസ് റൂം കോഴ്സാണ് അവൾക്ക് ഉള്ളത് കേട്ടോ. അപ്പം KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ക്ലാസ് റൂം കോഴ്സ് ഉള്ളത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം ടീം ഇൻ്റർവെല്ലിൽ ഇപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചില ആൾക്കാരുടെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ സബ്ജക്ട്സ് വൈസ്, അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ടും അവർ സബ്ജക്ട്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ടഫുള്ള സബ്ജക്ട്സ് ആയിരിക്കും നമുക്ക് ട്യൂഷൻ പ്രത്യേകിച്ച് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അക്കാഡമിക് കലണ്ടറിൻ്റെ കാര്യം ഭയങ്കര എടുത്ത് പറയേണ്ടതാണ്. അതായത് ഇവർ പ്രീ ചാർട്ട് ചെയ്തിട്ടാണ് ഇവർ ക്ലാസ് എടുക്കുന്നതൊക്കെ. അതുപോലെ തന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. CBSE, കേരള, ICSE എല്ലാ സിലബസും ഇവർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ഓൺലൈൻ ട്യൂഷൻ ആണെങ്കിൽ പോലും ഒരു സ്കൂൾ ആംബിയൻസ് ഉള്ളൊരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഭയങ്കര കാര്യമായിട്ടാണ് കുട്ടികളെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോമാണിത്. പിന്നെ ഇവരുടെ ഇതിൽ തന്നെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കോഴ്സ് ഉണ്ട്. അതായത് 3.5 മുതൽ 7 വയസ്സായ കുട്ടികൾക്കൊക്കെ സ്പെല്ലിങ്സ്, സൗണ്ട്സ്, ലെറ്റേഴ്സ് അതിലൊക്കെ കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. നമ്മൾ ബേസിക്സ് നന്നായാലും നമുക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കോഴ്സാണ് ലിറ്റിൽ ജീനി കോഴ്സ്. അത് ഞാൻ മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇവരുടെ ഇതിലുണ്ട്. പിന്നെ റോസുവിനെ ഞാൻ ഈ ടീം ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കോവിഡിൻ്റെ സമയത്താണ്. അന്ന് ആ ഫൗണ്ടേഷൻ മിസ്സായിട്ടൊക്കെ അവൾക്ക് ആ ബേസിക്സൊക്കെ ഒരുപാട് മിസ്സിങ് ആയിരുന്നു ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട്. അപ്പം ഈ ടീം ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്ത ശേഷമാണ് ആ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളും അവൾ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതൊക്കെ ഈ ഒരു ടീം ഇൻ്റർവെല്ലിൽ അന്ന് ജോയിൻ ചെയ്ത ശേഷമാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ട്യൂഷന് കൊടുക്കാറൊന്നുമില്ല, പക്ഷേ ഇപ്പം വെക്കേഷനായിട്ട് വീണ്ടും കൊടുത്തു. ആ ഒരു ബേസിക്സ് വിട്ടു പോരുതല്ലോ, അതുകൊണ്ട് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്.
പിന്നെ മുമ്പത്തെ എൻ്റെ കുറച്ച് വീഡിയോസിൽ ടീം ഇൻ്റർവെല്ലിൻ്റെ വീഡിയോസിൽ പലരും കമൻസിൽ ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ ഫീസ് കൂടുതലാണെന്നുള്ളത്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു സ്കൂൾ ആംബിയൻസിൽ കൊടുക്കുന്ന ഒരു ട്യൂഷൻ കോൺസെപ്റ്റാണ്. അതായത് സ്കൂളിൽ എങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനേക്കാളും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റ് അല്ല, കുറേ കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ കുട്ടീനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുട്ടികളാണെങ്കിൽ പല ടൈപ്പ് കുട്ടികളുണ്ടാവും. അപ്പം നല്ലോണം ഇമ്പ്രൂവ് ആയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വേണം ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും ആ ഒരു ടീച്ചർക്ക്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കോൺസെപ്റ്റിൽ ആ ഒരു ടീച്ചർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് ഒരു കുട്ടീനെ മാത്രം നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വാളിറ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്, അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇത് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞാനിത് ഇതിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, ഹസ്ബൻഡ്, വൈഫ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ഇൻസ്റ്റഗ്രാം പേജാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. artisty.ae എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് അവരെ അഡ്രസ്സും അതുപോലെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക, എന്താണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ റിംഗ് ആൽബം, നമുക്ക് ആൽബംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും, മീൻസ് ആ റിംഗ് ആൽബം നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമ്മളൊരു മെമ്മറീസ് ആയിട്ട് മീൻസ് അങ്ങനെയൊക്കെ സേവ് ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പം എനിക്കിപ്പം ഇവർ അയച്ചു തന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു പെർഫ്യൂം ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, ഒരു റിംഗ് ആൽബം ഉണ്ട്, പിന്നെ ഒരു ഫ്രെയിം ഉണ്ട്, പിന്നെ ഒരു കാലിഗ്രാഫി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം. artisty.ae എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജും ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ അവരെ കോൺടാക്റ്റ് ഉള്ള നമ്പറും കൊടുക്കാം. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മടി കാണിക്കുന്നുണ്ട്. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.